to the universal supreme God, divine Father, divine Mother, our beloved, most respected teacher, Guru Grandmaster to Orthodoxy, Lord Mahaguruji Medi, all the holy Gurus, all the holy masters, all the saints, archangels, holy angels, spiritual helpers, to my higher soul, my divine self, thank you for your blessings. Thank you for blessing us with divine light, wisdom, discernment, divine love, warmness, sweetness, and compassion to all, divine power, goodwill, and the will to do good. Thank you for your guidance. Thank you for your healing. Thank you for your health. Thank you for your protection. We thank you in full faith. Thank you. Lots and lots of gratitude, respect, and love. We thank you. Thank you. Thank you. Thank you, Atma Namaste. സ്കൂൾ ഓഫ് വെർച്യൂസിന്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെ സൗഭാഗ്യപൂർണമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് നമ്മളെ യോഗ്യരാക്കാം, പ്രാപ്തരാക്കാം. അതേപോലെ നമ്മുടെ വരും തലമുറയെ, നമ്മുടെ കുട്ടികളെ നമുക്ക് എങ്ങനെ പ്രാപ്തരാക്കാം. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നമ്മളുടെ ജീവിതത്തിൽ മറ്റുള്ള നമ്മുടെ കുടുംബാംഗങ്ങളിലും കുട്ടികളിലൊക്കെ നല്ല സൗഭാഗ്യമുള്ള ജീവിതം ഉണ്ടാവണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അതിനുള്ള യോഗ്യത എങ്ങനെ നേടാമെന്നുള്ളത്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം, പലപ്പോഴും ആളുകൾ ദൗർഭാഗ്യം വരുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, എന്ത് ചെയ്യാനാ, യോഗം എങ്ങനെയായി, അല്ലെങ്കിൽ യോഗം ഇല്ല, അല്ലെങ്കിൽ അതിനൊക്കെ എന്താ പറയാ, തലവര നന്നാവണം, അല്ലെങ്കിൽ വിധി മറിച്ചായിരുന്നു, എന്ത് ചെയ്യാൻ സാധിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ഇത് കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഇത് നമ്മൾ സ്ഥിരമായിട്ട് ആളുകൾ ഇത്തരം സാഹചര്യങ്ങളിൽ പറയുന്ന കാര്യമാണ്. എലിജിബിലിറ്റി, യോഗ്യത, എങ്ങനെ യോഗ്യത നേടാം, അതിനൊരു യോഗം വേണം, അതൊരു വിധി എങ്ങനെയാണ്, തലവര എങ്ങനെയാണ്, ഇതെല്ലാം പറയും ആൾക്കാർ. അപ്പൊ നമുക്ക് എന്തിനും നമുക്ക് യോഗ്യത വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ട യോഗ്യത നേടാൻ നമ്മൾ ചില കാര്യങ്ങൾ ആർജിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ജോലിക്ക് വേണ്ടിയാണെങ്കിൽ നമുക്ക് അതിനൊരു യോഗ്യത വേണം. ആ യോഗ്യത നേടിക്കഴിഞ്ഞാലാണ് നമുക്ക് ആ ജോലി കിട്ടുക. യോഗ്യത ഇല്ലാതെ നമുക്കത് കിട്ടിയില്ല എന്ന് കംപ്ലൈന്റ് പറയാൻ പറ്റില്ല. ഓക്കെ, സോ യോഗ്യത വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാത്തിനുള്ള യോഗ്യത. ഇത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് എന്നുള്ളത്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നമ്മൾ പറയുന്ന കാര്യം എന്താണെന്നുള്ളത്. ഇറ്റ് ഈസ് ലോ ഓഫ് കർമ്മ. കർമ്മ നിയമത്തെ കുറിച്ചാണ് പറയുന്നത്. എന്താ കർമ്മ നിയമം പറയുന്നത്? കർമ്മ നിയമം പറയാണ്, ഇറ്റ് ഈസ് ഇൻ ഗിവിങ് ദാറ്റ് വി റിസീവ്. നമ്മൾ എന്താണോ നൽകുന്നത് അതാണ് നമ്മൾ നേടുന്നത്. നിങ്ങൾ എന്ത് നൽകുന്നോ നിങ്ങൾ അതാണ് നേടുക. നിങ്ങൾ എന്ത് വിതയ്ക്കുന്നു അത് കൊയ്യും. വിതയ്ക്കുന്നതാണ് കൊയ്യുക. ഇതാണ് കർമ്മ നിയമം. ഇപ്പൊ കർമ്മനയമാണോ ഈ പാഠ്യപദ്ധതി, അല്ലെങ്കിൽ കർമ്മനയമാണോ ഇന്നത്തെ വിഷയം എന്ന് ചോദിച്ചാൽ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയുന്ന നിയമമാണ്. ഇത് നമുക്ക് അറിയുന്ന കാര്യമല്ലേ എന്ന് വിചാരിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുക, നമുക്ക് അറിയുന്ന നിയമമാണോ ഇത്? അറിയുന്ന നിയമമാണ്, പക്ഷെ നമ്മൾ വേണ്ടത്ര അളവിൽ ഈ നിയമത്തെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ നിയമം 100% ശരിയാണെന്ന് നമുക്കറിയോ? ശരിയാണെന്ന് അറിയുകയാണെങ്കിൽ എല്ലാവരും അത് പാലിക്കും. ശ്രദ്ധിക്കൂ നിങ്ങൾ, വേറൊരാളുടെ, പലപ്പോഴും പല ആൾക്കാരുടെയും ജീവിതത്തിൽ പല ദൗർഭാഗ്യങ്ങളും വരുന്ന സമയത്ത് മറ്റുള്ള ആൾക്കാർ പറയും, അത് കുഴപ്പമില്ല, അത് അവൻ വിതച്ചതാണ്, വിതച്ചതേ കൊയ്യുള്ളൂ. അപ്പോൾ ഈ നിയമം അവന്റെ ജീവിതത്തിൽ വന്നപ്പോൾ നമ്മൾ ഉറപ്പിച്ചു ഈ കർമ്മ നിയമം ശരിയാണ്. പക്ഷെ ആരെങ്കിലും അവനവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മോശം കാര്യം വരുന്ന സമയത്ത് ഇത് ഞാൻ വിതച്ചതാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ സമാധാനമായിട്ട് ഇരുന്ന് അനുഭവിച്ചോളാം എന്നാരും പറയില്ല. എന്ത് ചെയ്യും? അപ്പോഴ് അത് വേറൊരാളുടെ തലയിലിടും. അപ്പോൾ ഒരാൾക്ക് കർമ്മനിയമം ബാധകമാണെന്നും നമുക്ക് മറ്റുള്ള ആൾക്കാർക്ക് കർമ്മനിയമം ബാധകമാണെന്നും നമുക്ക് കർമ്മനിയമം ബാധകമല്ല എന്നും വരില്ല. കർമ്മനിയമം എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ലോ ആണ്, അതൊരു ഡിവൈൻ ലോ ആണ്. അത് എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ്. അപ്പൊ ഈ നിയമം എല്ലാവരും വേറൊരാളുടെ കേസിൽ അവരെ
ക്രിട്ടിസൈസ് ചെയ്യാനും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്താനൊക്കെ വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും അറിയണം, നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മം എന്നറിയേണ്ടത് മുമ്പെന്നാണ്. ഈ കർമ്മ നിയമം നമ്മളെല്ലാവരെയും ബാധിച്ചിരിക്കുന്ന നിയമമാണ്. ഈ കർമ്മ നിയമത്തിന് അധിഷ്ഠിതമായിട്ടാണ് ഈ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. എല്ലാം കർമ്മ നിയമത്തിന് അധിഷ്ഠിതമായിട്ടാണ്. അപ്പൊ എന്താ കർമ്മ നിയമം? ഇറ്റ് ഈസ് ഇൻ ഗിവിംഗ് ദാറ്റ് വി റിസീവ്. നിങ്ങൾ എന്താണോ നൽകുന്നത് അതാണ് നിങ്ങൾ നേടുന്നത്, അല്ലെങ്കിൽ വിതയ്ക്കുന്നത് എന്താണോ അതാണ് നിങ്ങൾ കൊയ്യുന്നത്. നെല്ല് വിതച്ചാൽ നെല്ല് കൊയ്യും, ഗോതമ്പ് വിതച്ചാൽ ഗോതമ്പ്, മാങ്ങയാണെങ്കിൽ മാങ്ങ, തേങ്ങയാണെങ്കിൽ തേങ്ങ, സ്നേഹം വിതച്ചാൽ സ്നേഹം കൊയ്യും. അപ്പൊ വേണ്ടത്ര അളവിൽ സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ എന്താ കാരണം? വേണ്ടത്ര അളവിൽ സ്നേഹം വിതയ്ക്കുന്നില്ല. വേണ്ടത്ര അളവിൽ സ്നേഹം വിതയ്ക്കാത്തത് കൊണ്ടാണ് വേണ്ടത്ര അളവിൽ സ്നേഹം കിട്ടാത്തത്. പിന്നെയോ, വിദ്വേഷം വിതച്ചാലോ വിദ്വേഷം കൊയ്യും. അപ്പൊ എന്തുകൊണ്ടാണ് വിദ്വേഷം കിട്ടുന്നത്? ആ വിദ്വേഷം കിട്ടുന്നത് നമ്മൾ ഓൾറെഡി വിദ്വേഷം വിതച്ചത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ഇന്നലെ വിതച്ചതാണ്. ഇന്നിപ്പോ നമ്മൾ വലിക്കുന്ന, നമ്മൾ കൊയ്യുന്ന തേങ്ങ, നമ്മൾ കൊയ്യുന്ന നെല്ല്, നമുക്ക് കിട്ടുന്ന പഴങ്ങൾ, ഇതെല്ലാം നമ്മൾ മുൻപ് വിതച്ചതാണ്. വിതച്ചതേ കൊയ്യൂ, അല്ലെങ്കിൽ വിതച്ചാലേ കൊയ്യാൻ പറ്റുള്ളൂ, വിതച്ചാലേ കൊയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കർമ്മ നിയമപ്രകാരം ആരോഗ്യമാണെങ്കിൽ ആ ആരോഗ്യം നമ്മൾ മുമ്പ് വിതച്ചതാണ്. ആ വിതച്ച ആരോഗ്യമാണ് നമ്മളിപ്പോ കൊയ്യുന്നത്. സമാധാനം നമ്മൾ വിതച്ചതാണ്, അതാണ് നമ്മൾ കൊയ്യുന്നത്. ഇനി എന്തെങ്കിലും അനാരോഗ്യം ഉണ്ടെങ്കിലോ ആ അനാരോഗ്യവും നമ്മൾ വിതച്ചതാണ്, അതാണ് നമ്മൾ കൊയ്യുന്നത്. പിന്നെ എന്താണ്? സമ്പദ് സമൃദ്ധി. ആ സമ്പദ് സമൃദ്ധി നമ്മൾ വിതച്ചതാണ്, ആ വിതച്ച സമ്പദ് സമൃദ്ധിയാണ് നമ്മൾ കൊയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ള വിജയം അത് നമ്മൾ വിതച്ചതാണ്, അതാണ് കൊയ്യുന്നത്. അപ്പൊ ഇതാണ് കർമ്മ നിയമത്തിൽ അധിഷ്ഠിതമായിട്ട് നമ്മൾ ജീവിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വേണോ അതൊക്കെ നമ്മൾ വിതയ്ക്കണം. അപ്പൊ എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു നെല്ല് വിതച്ചാൽ നെല്ല് കൊയ്യും, ഗോതമ്പ് വിതച്ചാൽ ഗോതമ്പ് കൊയ്യും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നെല്ല് കൊയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വിതയ്ക്കണം? അല്ലെങ്കിൽ ഗോതമ്പ് കൊയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വിതയ്ക്കണം? അത് നമ്മൾ പറയുന്നതാണ് ഗോൾഡൻ റൂൾ. ഗോൾഡൻ റൂൾ പറയുന്നത് ഇങ്ങനെയാണ്: പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ലോ ഓഫ് കർമ്മ. ലോ ഓഫ് കർമ്മയുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ് ഗോൾഡൻ റൂൾ. കർമ്മ നിയമം പറയും നിങ്ങൾ എന്ത് വിതയ്ക്കുന്നു അത് കൊയ്യുന്നു. ഗോൾഡൻ റൂൾ പറയാണ് നിങ്ങൾക്ക് എന്ത് വേണോ അത് നിങ്ങൾ വിതയ്ക്കണം, എന്ത് വേണോ അത് നിങ്ങൾ വിതയ്ക്കണം. അപ്പൊ സ്നേഹം വേണമെങ്കിൽ എന്ത് വിതയ്ക്കണം? സ്നേഹം വേണമെങ്കിൽ സ്നേഹം വിതയ്ക്കണം. പിന്നെയോ നെല്ല് വേണമെങ്കിൽ നെല്ല് വിതയ്ക്കണം, തേങ്ങ വേണമെങ്കിൽ തേങ്ങ വിതയ്ക്കണം. പിന്നെ എന്താണ്? സൗഭാഗ്യം വേണമെങ്കിൽ സൗഭാഗ്യം വിതയ്ക്കണം, സമാധാനം വേണമെങ്കിൽ സമാധാനം വിതയ്ക്കണം. വേദന വേണമെങ്കിലോ വേദന വേണ്ട, വിദ്വേഷം വേണമെങ്കിലോ വിദ്വേഷം വേണ്ട. അപ്പൊ എന്ത് ചെയ്യണം? വേണ്ടാത്തത് വിതയ്ക്കാതിരിക്കണം. എങ്ങാനും വിതച്ചു പോയാലുള്ള ബുദ്ധിമുട്ട് എന്താ? വിതച്ചിട്ടുണ്ടെങ്കിൽ കൊയ്യണം, വിതച്ചാൽ കൊയ്തിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ വിതച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് കൊയ്യണം എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ എങ്ങനെയാ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ? എന്താണ്? എന്താണോ വേണ്ടത് അത് മാത്രം വിതയ്ക്കുക, എന്താണോ വേണ്ടാത്തത് അത് വിതയ്ക്കാതിരിക്കുക. ഇപ്പൊ സ്നേഹം വേണം, സമാധാനം വേണം, സന്തോഷം വേണം, അഭിവൃദ്ധി വേണം, ജീവിത വിജയം വേണം, ഇതൊക്കെ വേണം, ഇതൊക്കെ വിതയ്ക്കാം. എന്തൊക്കെ വിതയ്ക്കരുത്? വേദന വിതയ്ക്കരുത്, വിദ്വേഷം വിതയ്ക്കരുത്, പിന്നെ എന്താണ്? നഷ്ടം വിതയ്ക്കരുത്. കാരണം ഇതൊക്കെ നമ്മൾ കൊയ്യേണ്ടി വന്നാല് വേദന കൊയ്യാൻ നമുക്ക് ഇഷ്ടപ്പെടില്ല, നമുക്ക് സഹിക്കാൻ പറ്റില്ല. അശാന്തി, സമാധാനമില്ലായ്മ കൊയ്യുന്നത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. വിദ്വേഷം, ആൾക്കാരെല്ലാവരും നമ്മളോട് വിദ്വേഷം കാണിക്കുമ്പോൾ സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊന്നും നമ്മൾ കൊയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ കൊയ്യാൻ ആഗ്രഹിക്കാത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു? വിതയ്ക്കുന്നില്ല എന്നുള്ളത് ഉറപ്പിക്കണം. അപ്പൊ ഗോൾഡൻ റൂളിന് രണ്ട് ആസ്പെക്ട് ഉണ്ട്. ഗോൾഡൻ റൂളിന്റെ ഒരു പോസിറ്റീവ് ഗോൾഡൻ റൂൾ ഉണ്ട്, നെഗറ്റീവ് അല്ലെങ്കിൽ ഇൻ ആൻഡ് യാൻ എന്ന് പറയും. സോ പോസിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട് എന്താ പറയുന്നത്? പോസിറ്റീവ് ആസ്പെക്ട് പറയാണ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ വിതയ്ക്കുക. അതിന്റെ അതർ ആസ്പെക്ട് എന്ത് പറയും? നിങ്ങൾക്ക് എന്ത് വേണ്ടയോ അത് വിതയ്ക്കാതിരിക്കുക, എന്ത് വേണോ അത് വിതയ്ക്കുക, അത് വേണ്ടാത്തത് വിതയ്ക്കാതിരിക്കുക. ഇതാണ് ഗോൾഡൻ റൂൾ. സോ കർമ്മ നിയമവും സുവർണ നിയമവും നമ്മൾ പറഞ്ഞത്. കർമ്മ നിയമം പറയാണ് നമ്മൾ എന്ത് വിതയ്ക്കുന്നു അത് കൊയ്യും. സുവർണ നിയമം പറയാണ് നമ്മൾ എന്ത് വേണോ, എന്ത് കൊയ്യണോ അത് നമ്മൾ വിതയ്ക്കണം. അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ആസ്പെക്റ്റിൽ നമ്മൾ പറഞ്ഞു എന്താണോ വേണ്ടത് അത് വിതയ്ക്കുക, വേണ്ടാത്തത് വിതയ്ക്കാതിരിക്കുക.
ഇതാണ് കർമ്മ നിയമവും ഗോൾഡൻ റൂളും അല്ലെങ്കിൽ സുവർണ നിയമം ഉള്ളത്. ഇനി കർമ്മ നിയമത്തിൽ പറയാണ്, നിങ്ങൾ എന്താണോ വിതയ്ക്കുന്നത് അതാണ് കൊയ്യുന്നത് പറയുന്നത് 100% ശരിയല്ല. കാരണം നമ്മൾ വിതയ്ക്കുന്നതല്ല കൊയ്യുന്നത്, വിതയ്ക്കുന്നതിൽ എത്രയോ മടങ്ങാ കൊയ്യുന്നത്. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, 2-3 വിത്തുകളാ വിതയ്ക്കുന്നത്. ഈ 2-3 വിത്തുകൾ വിതച്ചാൽ കൊയ്യുന്നത് അതല്ല, കൊയ്യുന്നത് 100 മേനിയാണ്. 100 കണക്കിന് ധാന്യമണികളാണ് ഒരു വിത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ഇതേപോലെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെയൊക്കെ ഫലം എന്ന് പറയുന്നത് 100 ഇരട്ടിയാണ്. 100 ഇരട്ടിയാണ്, അല്ലെ? എത്രയോ മടങ്ങാണ്, എത്രയോ മടങ്ങാണ്. നോക്കൂ, ഒരു തേങ്ങ നട്ടാല്, ഒരു തെങ്ങായി കഴിഞ്ഞാൽ ഒരു തവണ നമ്മൾ തേങ്ങ വലിക്കുമ്പോൾ ഒരു ആവറേജ് നല്ല തെങ്ങാണെങ്കിൽ ഒരു 25-30 തേങ്ങ കിട്ടും. അങ്ങനെ ഒരു വർഷത്തിൽ ഒരു 5-6 തവണ പറയുമ്പോഴത്തേക്ക് എത്രയായി? 100 കണക്കിനായി. 100-150ഓളം തേങ്ങ അല്ലെങ്കിൽ 200ഓളം തേങ്ങയായി. ഇത് തന്നെ എത്രയായി? എത്രയോ വർഷങ്ങളോളം. ഒരു തെങ്ങിനൊക്കെ ഒരുപാട് ആയുസുണ്ട്, 100 വർഷമൊക്കെ നിൽക്കും അത്രേ. അപ്പൊ എത്രയായി? ഒരു തേങ്ങയിൽ നിന്നും ആയിരക്കണക്കിനാണ് അതിന്റെ ഫലം കിട്ടുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഇത് ഈ എവിടെയൊക്കെ ഏതൊക്കെ മതപാരമ്പര്യങ്ങളിൽ ഈ കർമ്മ നിയമത്തെ കുറിച്ച് പറയുന്നുണ്ടോ അവിടെയൊക്കെ കൃഷിയാണ് ഉദാഹരണമാക്കി എടുത്തത്. വിതച്ചതേ കൊയ്യൂ, നമ്മൾ കേട്ടിട്ടുണ്ട്, വിതച്ചതേ കൊയ്യൂ, പാടത്ത് ജോലി, വരമ്പത്ത് കൂലി, മത്തൻ കുത്തിയാല് കുമ്പളം മുളക്കില്ല. ഇതൊക്കെ കൃഷിയായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് കൃഷിയായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത്? കൃഷിയായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോഴാണ് നമുക്ക് ഈ കർമ്മ നിയമത്തെ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, ശരിക്കും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുക. പലപ്പോഴും പലരും ജീവിതത്തിൽ ചില പ്രതിസന്ധികളൊക്കെ വരുന്ന സമയത്ത് പറയും, വേറെ ആളുതാണെങ്കിൽ പറയും അതൊക്കെ അയാൾ വിതച്ചതാ പറയും. പക്ഷെ നമ്മളിതാകുമ്പോൾ നമ്മൾ വലിയ വേദനയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സമയത്ത് ഒരാളും പറയില്ല എത്രയൊക്കെ വേദന ഞാൻ വിതച്ചിട്ടുണ്ടെന്ന്. ഇവന്റെ ഓർമ്മയിലൊന്നും അത്ര വേദനയൊന്നും വിതച്ചിട്ടുണ്ടാവില്ല. എന്താ കാര്യം? അത്രയും വേദന അനുഭവിക്കാൻ അത്രയും വേദന വിതയ്ക്കേണ്ട. കാരണം എന്താണ്? കർമ്മ നിയമം, അല്ലെങ്കിൽ അതിനൊരു മൾട്ടിപ്ലയർ ഇഫക്റ്റ് ഉണ്ട്. നമ്മൾ വിതച്ചതിന്റെ എത്രയോ മടങ്ങാ കൊയ്യുന്നത്. വിതച്ചത് കുറച്ചേ ഉണ്ടാവുള്ളൂ, പക്ഷെ കൊയ്യുന്ന സമയത്ത് കൂടുതൽ ഉണ്ടാവും. അപ്പോൾ പല ദൗർഭാഗ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പല ദൗർഭാഗ്യങ്ങളും, പല വേദനകളും, പല പ്രയാസങ്ങളും, പല വിഷമങ്ങളും ഒന്നും തന്നെ ഇത്രയും അളവിലൊന്നും നമ്മൾ വിതച്ചില്ല. വിതച്ചത് കുറച്ചേ ഉള്ളൂ. വർഷങ്ങളായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തെങ്ങുന്ന് തേങ്ങ. അത്രയും തേങ്ങയൊന്നും വിതച്ചില്ല, ഒരൊറ്റ തേങ്ങയെ വിതച്ചുള്ളൂ. അതേപോലെ ആൾക്കാർ പറയും ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോ ദുഃഖങ്ങള്, പ്രയാസങ്ങള്, വിഷമങ്ങള്, സങ്കടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു, പ്രാരാബ്ദങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. എന്താ ഞാൻ ഇതിനു മാത്രമൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിക്കും. അതിനു മാത്രം ഇത്രയും അനുഭവിക്കാൻ അത്രയൊന്നും ചെയ്യണ്ട. എത്ര ചെയ്താൽ മതി? വളരെ കുറച്ച് ചെയ്താൽ മതി, വളരെ കുറച്ച് ചെയ്താൽ മതി. കൊയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊയ്തുകൊണ്ടേയിരിക്കും, കൊയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതാണ് നമ്മളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് വരും കാലങ്ങളിൽ നമ്മൾ എന്തൊക്കെ കൊയ്യണം, എന്തൊക്കെ കൊയ്യാതിരിക്കണം, അത് നമുക്ക് മനസ്സിലാക്കി അതിന് വേണ്ട വിത്തുകൾ നമ്മൾ വിതയ്ക്കാൻ തുടങ്ങണം. എന്താ അതിന് വേണ്ട വിത്തുകൾ? എന്തൊക്കെയാ നമുക്ക് കൊയ്യേണ്ടതായിട്ടുള്ളത്? നല്ല ആരോഗ്യം കൊയ്യണം, നല്ല ആരോഗ്യം കൊയ്യണം. എന്താ കാരണം? ആരോഗ്യത്തോടിരിക്കണം. ആരോഗ്യത്തോടിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആരോഗ്യത്തോടിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് വിതയ്ക്കണം? പിന്നെ എന്ത് വേണം? സമാധാനം വേണം. അതേപോലെ നല്ല സന്തോഷം വേണം. സമാധാനത്തിനും സന്തോഷത്തിനും നമ്മൾ എന്ത് വിതയ്ക്കണം? അഭിവൃദ്ധി വേണം, ജീവിത വിജയം വേണം, സമ്പദ് സമൃദ്ധി വേണം ജീവിതത്തിൽ. ഇതിന് നമ്മൾ എന്താ വിതയ്ക്കേണ്ടത്? അല്ലെ എങ്ങനെയാണ് വിജയം വിതയ്ക്കേണ്ടത്? എങ്ങനെയാണ് സമൃദ്ധി വിതയ്ക്കേണ്ടത്? പിന്നെ എന്താ? ദീർഘായുസ് വേണം. ആരോഗ്യം ദീർഘായുസും വേണം. നല്ല ആരോഗ്യം വേണം, ലോങ് ലൈഫ്, ദീർഘായുസ് വേണം. ഈ ദീർഘായുസിന് വേണ്ടി ഞാൻ എന്ത് വിതയ്ക്കണം? സോ എല്ലാവർക്കും ഇതിനപ്പുറത്ത് ആർക്കും ജീവിതത്തിൽ ആരും തന്നെ കൂടുതലായിട്ടൊന്നും ആവശ്യപ്പെടില്ല. കാര്യം വേണ്ടത് എന്താണ്? നല്ല ആരോഗ്യം വേണം, സമാധാനവും സന്തോഷവും വേണം, നല്ല സമ്പദ് സമൃദ്ധി വേണം, നല്ല ആയുസ് വേണം. ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇതിന്റെയൊക്കെ സബ്ബായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇത്രയാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്. നോക്കൂ, ഇവിടെ സമാധാനത്തിന് വേണ്ടതാണെങ്കിലും സന്തോഷത്തിന് വേണ്ടതാണെങ്കിലും, അല്ലെങ്കിൽ സമാധാന ഇല്ലായ്മയ്ക്ക് വേണ്ടതാണെങ്കിലും സന്തോഷമില്ലായ്മയ്ക്ക് വേണ്ടതാണെങ്കിലും ഇതൊക്കെ നമ്മൾ വിതയ്ക്കുന്നത് നമ്മളുടെ സ്വഭാവത്തിലൂടെയും നമ്മുടെ പെരുമാറ്റത്തിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളിലൂടെയും നമ്മുടെ ചിന്തകളിലൂടെയും നമ്മുടെ പ്രവൃത്തികളിലൂടെയാണ്. എന്തുമായാലും നമ്മൾ വിതയ്ക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് നമ്മൾ പറയും മനസ്സാ വാച കർമ്മണ പറയും. സോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഒരാൾക്ക് വേദനയായിട്ടുണ്ടെങ്കിൽ
ആ പ്രവൃത്തിയിലൂടെ നമ്മൾ വിതച്ചത് വേദനയാണ്. നമ്മൾ ഒരാളോട് സംസാരിച്ചത് വഴി അയാൾക്ക് അത് വേദനയായിട്ടുണ്ടെങ്കിൽ ആ സംസാരത്തിലൂടെ നമ്മൾ വിതച്ചത് വേദനയുടെ വിത്താണ്. ഇനി നമ്മളുടെ ചിന്തകള് വേറൊരാൾക്ക് വേദനയ്ക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ ആ ചിന്തയിലൂടെ നമ്മൾ വിതച്ചത് വേദനയുടെ വിത്താണ്. ഇതേപോലെ തന്നെ നമ്മളുടെ ചിന്തകളോ വാക്കോ പ്രവൃത്തിയോ വേറൊരാളുടെ അനാരോഗ്യത്തിന് കാരണമായാൽ, നമ്മൾ ചെയ്തൊരു പ്രവൃത്തി വേറൊരാൾക്ക് അസുഖം ഉണ്ടാവുന്നതിന് കാരണമാവുക. ഇപ്പൊ പലപ്പോഴും നമ്മൾ പറയും പല കാര്യങ്ങളും, അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്താൽ എത്രയോ ആൾക്കാർക്ക് അത് അനാരോഗ്യത്തിന് കാരണമാവും. അപ്പൊ നിങ്ങൾ വിതച്ചത് എന്താ? അനാരോഗ്യ വിതച്ചത്. അപ്പൊ എന്ത് നമ്മൾ കൊയ്യുന്നത് അനാരോഗ്യ, ആ വിതച്ചതിന്റെ എത്രയോ മടങ്ങായിട്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിതയ്ക്കുന്നത് നമ്മുടെ പെരുമാറ്റത്തിലൂടെയാണ്, അല്ലെ നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ്, വാക്കിലൂടെയാണ്, നമ്മുടെ ചിന്തകളിലൂടെയാണ്. ഇനി നോക്കൂ നിങ്ങൾ, എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ് ഒരിക്കലും വേറൊരാളെയും വേദനിപ്പിക്കരുതെന്ന്. എന്നിട്ട് നമ്മൾ വേദനിപ്പിക്കാറില്ലേ എന്നുള്ളത് വേറെ ചോദ്യം. നമ്മളായിട്ട് വേറൊരാളുടെയും സന്തോഷം കെടുക്കരുത്, എല്ലാവർക്കും നിർബന്ധമുള്ള കാര്യമാണ്. നമ്മൾ കാരണം വേറൊരാൾക്ക് സമാധാനം നഷ്ടപ്പെടരുത്. നമ്മൾ കാരണം വേറൊരാൾക്ക് കഷ്ടനഷ്ടം ഉണ്ടാവരുത്. ഇതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതേപോലെ എന്ത് വേണം? നല്ല സ്നേഹത്തോടെ ആൾക്കാരോട് പെരുമാറണം എന്ന് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. വേറൊരാളുമായിട്ടും വഴക്കൊന്നും ഉണ്ടാക്കരുതെന്ന് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. കഴിയുന്നത്ര എല്ലാവരെയും സഹായിക്കണമെന്ന് ഇഷ്ടമുള്ള കാര്യമാണ്. ഇങ്ങനെ ഈ നല്ല ഗുണങ്ങളൊക്കെ തന്നെ ചെയ്യണമെന്ന് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ഇനി അതേപോലെ തന്നെ ആരും അതിനെതിര് പറയില്ല, ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന്. ഇതൊക്കെ നല്ലതാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ഇതൊക്കെ ചെയ്യണം എന്നും എല്ലാവർക്കും ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നല്ലതായിട്ടും നമുക്ക് എന്തുകൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കുന്നില്ല? എന്താ കാരണം? കാരണം നിങ്ങൾ ഇന്ന് ചെയ്യുന്നതും ചെയ്യാത്തതും ഒക്കെ എന്തുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു, എന്തുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ കാരണം പറയുന്നത് ഇത് ചെയ്യാനും ചെയ്യാതിരിക്കാനും വേണ്ടി വർഷങ്ങളെടുത്ത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ശീലങ്ങളാണ്. ബോധപൂർവം ഉണ്ടാക്കിയ ശീലമൊന്നുമല്ല, അതങ്ങനെ ശീലമായി പോയതാ. എങ്ങനെയാ സിഗരറ്റ് വലിക്കുന്ന ശീലം ഉണ്ടായത്? എനിക്ക് നല്ലൊരു സ്മോക്കർ ആവണം, ഒരു അടിപൊളി ഒരു ചെയിൻ സ്മോക്കർ ആവണം എന്ന് വിചാരിച്ചൊന്നും ആരും സിഗരറ്റ് വലി തുടങ്ങിയിട്ടൊന്നുമില്ല. ആരോ വലിക്കുന്നത് കണ്ടപ്പോഴും, പരസ്യത്തിൽ കണ്ടപ്പോഴും, സെലിബ്രിറ്റീസ് വലിക്കുന്നത് കണ്ടപ്പോഴും ഒക്കെ ഒരു സ്റ്റൈലിന് വലിച്ചു തുടങ്ങിയതാ. പിന്നെ കൂടെയുള്ള ആൾക്കാരുടെ ഇടയിലൊക്കെ ഒന്ന് സ്റ്റൈലാക്കാൻ വലിച്ചതാ. പിന്നെ ചിലത് സെൽഫി എടുക്കാൻ വലിച്ചതാ. പക്ഷെ അങ്ങനെ വലിച്ച് എന്തായി? അത് ശീലായി. ഈ ശീലാക്കിയ നല്ല ശതമാനം ആൾക്കാരുടെ ഉള്ളിൽ എന്ത് ആഗ്രഹമുണ്ട്? ഇതെങ്ങനെയെങ്കിലും നിർത്തണം എന്ന് ആഗ്രഹമുണ്ട്. ഇത് ശരീരത്തിന് നല്ലതല്ല എന്നും അറിയാം. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇത് ശരീരത്തിന് നല്ലതല്ല എന്നറിയാം, പിന്നെയോ ഇത് നിർത്തണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നിർത്താൻ പറ്റുന്നില്ല. നിർത്താൻ പറ്റുന്നില്ല. മോശമാണെന്നറിയാം, നിർത്തണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. എന്താ കാരണം? ശീലങ്ങളായി. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ വിതയ്ക്കുക പറഞ്ഞാല്, ഇത് വല്ല കൃഷിഭവനിലും കിട്ടുന്ന വിത്താണെങ്കിൽ എളുപ്പമായിരുന്നു, മേടിച്ചു കൊണ്ടുവന്ന് വെറുതെ വിതച്ചാൽ മതി. പക്ഷെ ഇതങ്ങനെയല്ല. അതുകൊണ്ട് എന്ത് വേണം? അതുകൊണ്ട് ഈ ഗുണങ്ങളൊക്കെ നമ്മൾ ശീലങ്ങളാക്കി എടുക്കണം. അങ്ങനെ ശീലങ്ങളാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ, നമ്മളെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നല്ലതേ വിതയ്ക്കുള്ളൂ. നമ്മുടെ പ്രവൃത്തി, ആ പ്രവൃത്തിയിലൂടെ നല്ലതേ വിതയ്ക്കുള്ളൂ. നമ്മുടെ ചിന്തകളിലൂടെ നല്ലതേ വിതയ്ക്കുന്നുള്ളൂ. അപ്പോഴെന്താവും? പ്രവൃത്തിയിലൂടെ വിതയ്ക്കുന്ന നല്ലത്, ചിന്തകളിലൂടെ വിതയ്ക്കുന്ന നല്ലത്, മനസ്സിലൂടെ വിതയ്ക്കുന്ന നല്ലത്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നന്മയായിട്ട് നമുക്ക് കൊയ്യാൻ പറ്റും. അതെന്തൊക്കെയാണ്? ഈ നന്മ നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യമായിട്ട് കൊയ്യാൻ പറ്റും, സമാധാനമായിട്ട് കൊയ്യാൻ പറ്റും, അതേപോലെ സന്തോഷമായിട്ട് കൊയ്യാൻ പറ്റും, സമ്പദ് സമൃദ്ധിയായിട്ട് കൊയ്യാൻ പറ്റും, ഐശ്വര്യമായിട്ട്, ജീവിത വിജയമായിട്ട്, ദീർഘായുസായിട്ട്, ഇതൊക്കെ കൊയ്യാൻ പറ്റും. ഇവിടെ സ്കൂൾ ഓഫ് വെർച്യൂസില് എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും ഭാവി തലമുറയ്ക്കും ആരോഗ്യത്തോടിരിക്കണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ആരോഗ്യത്തിന്റെ വിത്ത് വിതയ്ക്കണം. നമ്മുടെ ചിന്തകളിലൂടെ ആരോഗ്യത്തിന്റെ വിത്ത് വിതയ്ക്കണം. അതേപോലെ തന്നെ നമ്മുടെ വാക്കുകളിലൂടെ ആരോഗ്യത്തിന്റെ വിത്ത് വിതയ്ക്കണം. പ്രവർത്തികളിലൂടെ ആരോഗ്യത്തിന്റെ വിത്ത് വിതയ്ക്കണം.
ഇത് പറയാൻ എളുപ്പമാണ്. അതിനെന്ത് വേണം? അതിന് ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അതിന് വേണ്ട ശീലങ്ങൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സ്കൂൾ ഓഫ് വെർച്യൂസിന്റെ ലക്ഷ്യം. ഇതിൽ പങ്കെടുക്കുന്ന ഇതിൽ ജോയിൻ ചെയ്യുന്ന ആർക്കും എല്ലാവരിലും അവർ പോലും അറിയാതെയാണ് അവരിൽ ആ ശീലങ്ങൾ ഡെവലപ്പ് ചെയ്യുക. അതിന് വേണ്ട ലളിതമായ ക്ലാസ്സുകൾ, ലളിതമായ പരിശീലനങ്ങളാണ് ഈ സ്കൂൾ ഓഫ് വെർച്യൂസിന്റെ ഭാഗമായിട്ട് നടത്തുക. ഇതിന് നിങ്ങൾ പ്രത്യേകിച്ച് സമയമൊന്നും ചെലവഴിക്കേണ്ട, ഒരു സമയം ചെലവഴിക്കേണ്ട. എന്തു മതി, നിങ്ങൾ നിത്യജീവിതത്തിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് വാച്ച് ചെയ്യും. നിങ്ങൾ മാത്രമല്ല, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് ഇത് ചെയ്യാന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നിങ്ങൾ വളരെ താല്പര്യത്തോടു കൂടി ചെയ്യും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ 1 മാസമോ സമയം കഴിയുമ്പം നിങ്ങൾ പറയുന്ന വാക്കുകളിലൊക്കെ അതിനൊക്കെ ചില മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. നിങ്ങളുടെ പ്രവർത്തികളൊക്കെ ഒന്ന് ജെന്റിലായിട്ടുണ്ടാവും. നിങ്ങളുടെ ചിന്തകളൊക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുണ്ടാവും, വളരെ ലവിങ്ങും കമ്പാഷനേറ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ തന്നെ അത്ഭുതപ്പെടും, ഞാനാണോ ഇങ്ങനെ ചിന്തിക്കുന്നത്, ഞാനാണോ ഇങ്ങനെ പറയുന്നത്, ഞാനാണോ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. സോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, നിങ്ങളും നിങ്ങളുടെ കുട്ടികളും കുടുംബാംഗങ്ങളും എല്ലാവരും സ്കൂൾ ഓഫ് വെർച്യൂസിൽ ജോയിൻ ചെയ്യും. നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കും. ആരോഗ്യം വിതയ്ക്കുന്നതിന് വേണ്ട ശീലങ്ങൾ, സമാധാനം വിതയ്ക്കുന്നതിന് വേണ്ട ശീലങ്ങൾ, നമ്മുടെ വാക്കിലും ചിന്തയിലൂടെയും പ്രവൃത്തിയിലൂടെയും സമ്പദ് സമൃദ്ധിയും ജീവിത വിജയവും ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും ഒക്കെ നേടാൻ വേണ്ടി നമ്മൾ എന്ത് ശീലങ്ങൾ ഉണ്ടാക്കണം, എന്ത് ശീലങ്ങൾ ഉണ്ടാക്കിയാലാണ് ഇതിനു വേണ്ട വിത്തുകൾ നമുക്ക് വാക്കിലൂടെയും ചിന്തയിലൂടെയും പ്രവൃത്തിയിലൂടെയും ഒക്കെ വിതയ്ക്കാൻ സാധിക്കും. അത് പഠിപ്പിക്കുന്ന സ്കൂളാണ് സ്കൂൾ ഓഫ് വെർച്യൂസ്. സോ നിങ്ങൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 4 ക്ലാസ്സുകളാണുള്ളത്. 4 ക്ലാസ്സുകളാണ്. 5 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് 5 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് വിങ്സ് ഓഫ് വിസ്ഡം എന്ന് പറയുന്ന ക്ലാസ് ആണ്. ആ വിങ്സ് ഓഫ് വിസ്ഡത്തിൽ നമ്മൾ ആ കുട്ടികളെ പഠിപ്പിക്കുന്നത് അവര് നല്ല ഇന്റലിജന്റ് ആവാൻ വേണ്ടി, അവര് നല്ല കാര്യക്ഷമതയുള്ള ആൾക്കാര്, പെട്ടെന്ന് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും റീകളക്ട് ചെയ്യാനും ഓർത്തെടുക്കാനും അവരുടെ പഠന മികവിനൊക്കെ സഹായിക്കുന്ന രീതിയിൽ എന്ത് ശീലങ്ങളാണ് അവർ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നുള്ളതാണ്. രണ്ടാമത്തെ വിങ്സ് ഓഫ് കമ്പാഷനിലും ഇതേപോലെ തന്നെ അവരുടെ ആ ഒരു ഏജില് അവർക്ക് വേണ്ട കാര്യങ്ങൾ, അവർക്ക് എന്തെല്ലാം കാര്യങ്ങളാണോ വേണ്ടത് അതിനു വേണ്ടി ഉള്ള ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതിനു വേണ്ട യോഗ്യത നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ശീലങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള പഠനങ്ങളാണ് വിങ്സ് ഓഫ് കമ്പാഷൻ. അതേപോലെ വിങ്സ് ഓഫ് ഫോർച്യൂൺ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ്. കാരണം അത് അവരുടെ 18 വയസ്സിലേക്ക് 18 വയസ്സ് നമ്മൾ പറയുമ്പോൾ പ്രായപൂർത്തിയാവുന്ന സമയം എന്നാ പറയാം ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം. സോ അതില് 18 വയസ്സാകുമ്പോഴത്തേക്കും അവർക്ക് നല്ല ഒരു സൗഭാഗ്യപൂർണമായ ജീവിതം അവർക്ക് നേടിയെടുക്കാൻ സാധിക്കണം. അതിനു വേണ്ട വിത്തുകൾ വിതയ്ക്കാൻ പറ്റുന്ന ആ ശീലങ്ങൾ അവരിൽ ഡെവലപ്പ് ചെയ്യാനുള്ളതാണ് വിങ്സ് ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത്. ദെൻ 18 വയസ്സിന് ശേഷം ഉള്ള ആളുകൾ ക്ലബ് ഫോർച്യൂൺ എന്നാണ് പറയുക. ക്ലബ് ഫോർച്യൂൺ അത് സൗഭാഗ്യപൂർണമായ ജീവിതം നയിക്കുന്ന ആളുകളുടെ കൂട്ടായ്മയാണത്. അപ്പൊ അത് ഒരു എന്താ പറയാ, പ്രാണിഹീലിങ്ങിന്റെ ഭാഷയിൽ പറയുന്നത് അതൊരു ക്രിയാശക്തിയാണ്. സോ അവിടെ നമുക്ക് എങ്ങനെ അനായാസം ഒരു എന്താ പറയാ പ്രയാസമൊന്നും കൂടാതെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവാം, എങ്ങനെ നമ്മൾ ഇത്രയും കാലം ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാം. അതിന് നമ്മളെ സഹായിക്കുന്ന ലളിതമായ ഹീലിംഗ് ടെക്നിക്സ്, അതേപോലെ ലളിതമായ മെഡിറ്റേഷൻ ടെക്നിക്സ്, നമ്മൾ ആർജിക്കേണ്ട ചില സിമ്പിൾ പ്രാക്ടീസുകൾ, ചില ശീലങ്ങൾ, ഇതൊക്കെയാണ് ക്ലബ് ഫോർച്യൂണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഈ 4 ക്ലാസ്സുകളുടെയും വിശദമായിട്ടുള്ള അറിയിപ്പ് നിങ്ങൾക്ക് ഉടനെ തന്നെ ഈ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ എല്ലാവരും സ്കൂൾ ഓഫ് വെർച്യൂസിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ നേടണമെന്ന് ആഗ്രഹിക്കുന്നോ അതൊക്കെ നേടുന്നതിന് വേണ്ട യോഗ്യത അല്ലെങ്കിൽ അതിന് വേണ്ട ശീലങ്ങൾ ഡെവലപ്പ് ചെയ്യുക. സൗഭാഗ്യപൂർണമായ ഒരു ജീവിതം നയിക്കുക. നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും സൗഭാഗ്യപൂർണമായൊരു ജീവിതം ആശംസിക്കുന്നു. ആത്മാ നമസ്തേ. താങ്ക് യു വെരി മച്ച്.